ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനലിൽ ഞാൻ വന്നിട്ടുള്ളത് ആടുജീവിതത്തെക്കുറിച്ചിട്ടാണ് പറയാൻ വന്നിട്ടുള്ളത്. ബോർഡ് ലൈഫിനെ കുറിച്ചാണ് പറയാൻ വന്നിട്ടുള്ളത്. ബെല്ലൈക്കൺ നമസ്കാരം തരാം ഗൈസ്. ഓക്കെ, ബെന്യാമിൻ എന്ന് പറഞ്ഞ വ്യക്തി പോയി ചോദിച്ച് എഴുതിയ ഒരു ബുക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതേ ഒരു സ്റ്റോറി ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജാണ്. പൃഥ്വിരാജും ഇതേമാതിരി കഷ്ടപ്പാടുകളും മറ്റുള്ളതും അനുഭവിച്ചിട്ടാണ് ഈ ഒരു മൂവിക്ക് കുറേ കഷ്ടപ്പാടുകളും കൊറോണയുടെ ആ ഒരു പീരീഡിലായിരുന്നു ഈ ഒരു മൂവിയുടെ ഷൂട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ വിദേശത്തേക്ക് പോയിട്ടുള്ളത്. ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രീസിൽ ഒരാൾ നജീബ് എന്ന് പറഞ്ഞ വ്യക്തി ജോലിക്ക് വേണ്ടി പോകുന്നു. ജോലിക്ക് പോയിട്ട് അവിടെ ആളറിയാണ്ട് ആ വ്യക്തിയുടെ കയ്യിൽ ആ ഒരു അറബിയുടെ കയ്യിൽ മാറ്റിയിട്ട് ഈ വ്യക്തി ആട് മേയ്ക്കാൻ വേണ്ടി വരികയാണ്. ആട് മേയ്ച്ച് പാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു അറബിൻ്റെ കയ്യിൽ കൊടുക്കും. ഈ വ്യക്തി അങ്ങനെ ജയിലിലായിട്ട് ഒരു അവിടെ അറബ് നാട്ടുകളിൽ അങ്ങനെ ആയിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു ഉഡ്ഡായിക്കും എന്നാണ് എനിക്ക് തോന്നാനുള്ള ഈ ഒരു മൂവി. മ്യൂസിക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ മൂവി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് കരുതാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു മൂവി കമലഹാസൻ സാറ് കണ്ടു എന്നുകൊണ്ട് സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത് തന്നെ നമുക്ക് പൃഥ്വിരാജ് സാറിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഈ ഒരു മൂവി ഏറ്റെടുത്ത് കൊണ്ടുപോയത് എന്നതാണ് പറഞ്ഞത്. പിന്നെ തെലുങ്ക് നാടുകളിൽ അവരും കണ്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരും ഗുഡാണ് എന്നാണ് പറഞ്ഞത്. ഇത് നാഷണൽ ലെവലിൽ ഹിറ്റാകാൻ പോകുന്ന ഒരു മൂവിയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂവി എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബ്ലെസി എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിൻ്റെ ഒരു കഴിവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള അംഗീകാരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ മൂവി എന്തായാലും നാളെയാണ് റിലീസിംഗ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ,